ഒരു വിവരവും ഇപ്പോൾ സംസ്ഥാനത്തിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ചരക്കുകളാണുള്ളത്, എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഏതായാലും ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു, അതിന് തീപിടിച്ചിരിക്കുന്നു, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. അതുപ്രകാരമാണ് കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായ് എന്ന ചരക്ക് കപ്പലിന് തീപിടിച്ചിരിക്കുന്നു. 50ഓളം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്. 40ഓളം ജീവനക്കാരുണ്ടായിരുന്നു. 18 പേർ കടലിൽ ചാടിയിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇത് കോഴിക്കോട് തീരത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 120 കിലോമീറ്ററോളം അകലെയാണ് ഉള്ളത് കപ്പൽ അപകടം സംഭവിച്ചിരിക്കുന്നത്, കപ്പലിന് തീപിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങോട്ടേക്ക് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സമയം എടുക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും പരിസര പ്രദേശങ്ങളിൽ കപ്പലുകൾ ഉണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ആ ദൗത്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതാണ് ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണ ചെയ്യാറുള്ള രീതി. അത്തരം സമീപ സ്ഥലങ്ങളിൽ കപ്പലുകൾ ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് ജനറലിന്റെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെ കപ്പലിന് തീപിടിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഇനിയും സമയമെടുക്കുമല്ലേ? കപ്പലിൽ തീപിടിച്ചത് എങ്ങനെയെന്നും അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ അത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 40ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നു. അവരെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രക്ഷാദൗത്യമാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി നേവിയുടെയും കോസ്റ്റ് ഗാർഡിലേക്ക് സംഘം അങ്ങോട്ട് എത്തുമ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. വളരെ വിശദമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ മണിക്കൂർ ലഭ്യമല്ല അല്ലേ? രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അങ്ങോട്ടേക്ക് കപ്പലുകൾ പുറപ്പെട്ടിരിക്കുന്നു, രക്ഷാപ്രവർത്തനത്തിന് ഡോണിയർ വിമാനങ്ങൾ അടക്കമുള്ളവ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ബാക്കി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ജീവനക്കാർക്ക് പൊള്ളലേറ്റു എന്നതടക്കമുള്ള ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് കോസ്റ്റ് ഗാർഡോ നേവിയോ ഈ ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടില്ല.